Welcome to class 10 Hindi. എക്സാം ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ നടക്കുന്ന പരീക്ഷകളെ ആധാരമാക്കി തയ്യാറാക്കിയിട്ടുള്ള ചോദ്യങ്ങളാണ്. ശ്രദ്ധിക്കുക, ഹിന്ദി ക്ലാസ് ആണ്. ശ്രദ്ധിക്കുക. हताशा से एक व्यक्ति बैठ गया था. कविता की पंक्तियाँ पढ़ें और प्रश्नों के उत्तर लिखें. ഇതിനകത്ത് पंक्तियाँ ഇതാണ്. मैंने हाथ बढ़ाया, मेरा हाथ पकड़कर वह खड़ा हुआ, मुझे वह नहीं जानता था, मेरे हाथ बढ़ाने को जानता था, हम दोनों साथ चले. मैंने हाथ बढ़ाया, ഞാൻ കൈ നീട്ടി, സഹായം കൊടുക്കാൻ വേണ്ടി കൈ നീട്ടി എന്നർത്ഥം. ഹാത്ത് ബഠാന. മേരാ ഹാത്ത് പക്കഡ്കർ വ ഖടാ ഹുവ, എൻ്റെ കൈയും പിടിച്ചുകൊണ്ട് അദ്ദേഹം അല്ലെങ്കിൽ അയാൾ നിന്നു. മുച്ചേ വഹ് നഹിൻ ജാൻതാ ഥാ, എന്നെ അയാൾക്ക് അറിഞ്ഞുകൂടായിരുന്നു. മേരെ ഹാത്ത് ബഠാനേക്കോ ജാൻതാ ഥാ, പക്ഷെ ഞാൻ സഹായഹസ്തം നീട്ടിയപ്പോൾ അല്ലേ എൻ്റെ കൈകളിലേക്ക് കൈകൾ പിടിച്ച് സഹായം സ്വീകരിക്കാനും തയ്യാറായിരുന്നു. ഹം ദോനോം സാത്ത് ചലേ, ഞങ്ങൾ രണ്ടുപേരും കൂടി നടന്നു. ഒന്നാമത്തെ ചോദ്യം അതാണ്. ഹം ദോനോം സാത്ത് ചലേ കോൻ കോൻ, ഞങ്ങൾ രണ്ടുപേരും നടന്നു. ആരാണ് നടന്നത്? അല്ലേ, കവി അവർ ഹതാശ വ്യക്തി, അല്ലേ, കവിയും അല്ലേ നിരാശനായിട്ടുള്ള അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തിയുമാണ് ഒന്നിച്ച് നടന്നത്. മേനെ ഹാത്ത് ബഠായ, ഇസ്കാ മത്ലബ് ക്യാ ഹെ, ഞാൻ അല്ലേ ഹാത്ത് ബഠാന, കൈ നീട്ടുക, സഹായത്തിനാണ് കൈ നീട്ടുക എന്നർത്ഥം. ഇസ്കാ മത്ലബ് ക്യാ ഹെ, ഇതിൻ്റെ അർത്ഥം എന്താ? കവിനെ വ്യക്തിക്കോ സഹായത കീ എന്നർത്ഥം. കവി ആ വ്യക്തിയെ സഹായിച്ചു എന്നാണ് ഉദ്ദേശിക്കുന്നത്. മുച്ചേ എന്ന് പറഞ്ഞാൽ എങ്ങനെ പിരിച്ചെഴുതും? അതിൻ്റെ ഉചിത പരസർഗക്ക പ്രയോഗക്കരു. മേം പ്ലസ് ഏത് പരസർഗം ഉപയോഗിക്കണ്ടേ? കോ. മേം പ്ലസ് കോ ആണ് മുച്ച്കോ അല്ലെങ്കിൽ മുച്ചേ എന്നായി മാറുന്നത്. മേം പ്ലസ് കോ, മുച്ച്കോ അല്ലെങ്കിൽ മുച്ചേ എന്നായി മാറുന്നത്. അതാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം. ശ്രദ്ധിക്കുക. ഹതാശാ സേ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ, അതുമുതൽ മേനെ ഹാത്ത് ബഠായ എന്ന വരെയുള്ള ആ പങ്ക്തികളാണ് നമ്മൾ വായിച്ചിട്ട് ആൻസർ എഴുതേണ്ടത്. സഹി പ്രസ്താവ് ചുൻകർ ലിഖെ, ശരിയായിട്ടുള്ള ആ സ്റ്റേറ്റ്മെൻറ്റ് പ്രസ്താവ് ചുൻകർ ലിഖെ, പറഞ്ഞിരിക്കുന്ന ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ പ്രസ്താവന ചുൻകർ ലിഖയും തിരഞ്ഞെടുത്ത് എഴുതണം. എൻ്റെ പറഞ്ഞിരിക്കുന്നത് കവി അവർ വ്യക്തി ഏക് ദൂസരേക്കോ ജാൻതേ ധേ, കവിയും അതുപോലെ വ്യക്തിയും പരസ്പരം അറിയാമായിരുന്നു. ശരിയാണത്? അല്ല. വ്യക്തി കവിക്കോ ജാൻതാ ഥാ, വ്യക്തി കവിയെ അറിയുമായിരുന്നു? ഇല്ല. കവി വ്യക്തിക്ക് ഹതാശാക്കോ ജാൻതാ ഥാ, ശരിയാണ് അല്ലേ. കവി വ്യക്തിക്ക് ഹതാശാക്കോ ജാൻതാ ഥാ, കവി വ്യക്തിയുടെ അല്ലേ എന്താണ് ബുദ്ധിമുട്ട്, ഹതാശ അല്ലെങ്കിൽ ആപൽഘട്ടം, അത് അറിയാമായിരുന്നു. അതാണ് ശരിയായ അവസ്ഥ. അടുത്ത് വ്യക്തി കവിക്ക് ഹതാശാക്കോ ജാൻതാ ഥാ ശരിയല്ല. അപ്പോൾ ഇത് ശരിയായ പ്രസ്താവന ഏതാണ്? കവി വ്യക്തിക്ക് ഹതാശാക്കോ ജാൻതാ ഥാ, കവി വ്യക്തിയുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ അല്ലേ അയാൾക്കറിയാമായിരുന്നു. കവി വ്യക്തിക്ക് ഹതാശാക്കോ ജാൻതാ ഥാ, കവി വ്യക്തിയുടെ ബുദ്ധിമുട്ടുകൾക്ക് അറിയാമായിരുന്നു. അടുത്ത കവി അവർ കവിത കാ പരിചയ ദേത്തെ ഹുയെ ഇൻ പങ്ക്തിയോം കാ ആശയ ലിഖെ എന്നാണ്. കവിയെയും കവിതയെയും പരിചയപ്പെടുത്തിക്കൊണ്ട്, കവിത എഴുതിയ കവിയെയും പരിചയപ്പെടുത്തിക്കൊണ്ട് ഈ നേരത്തെ തന്നിരിക്കുന്ന വരികളുടെ ആശയം എഴുതാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതൊരു ആസ്വാദന ടിപ്പണി എഴുതുന്ന രീതി തന്നെയാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. എപ്രകാരമാണ് അത് എഴുതുന്നതെന്ന് ശ്രദ്ധിക്കുക. ഈ ക്വസ്റ്റ്യൻ ആൻസറാണ് കവി ഓർ കവിത കാ പരിചയ ദേത്തെ ഹുയെ ഇൻ പങ്ക്തിയോം കാ ആശയ ലിഖേം എന്നുള്ള ആ ചോദ്യത്തിൻ്റെ ആൻസറാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഹിന്ദിക്ക് പ്രസിദ്ധ കവി विनोद कुमार शुक्ल की एक कविता है, हताशा से एक व्यक्ति बैठ गया था. मनुष्य को अपने सहजीवियों का सुख दुख जानना चाहिए. മനുഷ്യന് തങ്ങളുടെ സഹജീവികളായ മറ്റുള്ളവരുടെയും സുഖദുഃഖങ്ങൾ അറിയണം. अगर हम किसी व्यक्ति को उसकी हताशा, निराशा और असहायता से नहीं जानने तो हम कुछ नहीं जानते. നമ്മൾ ഏതെങ്കിലും വ്യക്തികളുടെ നിരാശ അല്ലെങ്കിൽ അവരുടെ നിസ്സഹായാവസ്ഥ ഇതിനെ സംബന്ധിച്ച് അറിഞ്ഞില്ലെങ്കിൽ നമുക്കൊന്നും അറിയില്ല എന്നാണ് പറയാം. सड़क पर घायल पड़ा व्यक्ति हमारे लिए अपरिचित कैसे हो सकते हैं?
റോട്ടിൽ മുറിവേറ്റ് വീഴുന്ന ഒരു വ്യക്തി നമുക്ക് അപരിചിതനാണെന്ന് എങ്ങനെ പറയാൻ കഴിയും? ഹതാശ വ്യക്തിക്ക് സാമനെ ഹാത്തോം ബെഠാന പർ ദോനോം ഏക് ദൂസരെ കോ ജാനനെ ലഗ്തേ ഹൈ. നിരാശനായ വ്യക്തിയുടെ മുമ്പിൽ കൈ നീട്ടുമ്പോഴാണ് രണ്ടുപേരും പരസ്പരം അറിയാൻ തുടങ്ങുന്നത്. മുസീബത്ത് മേ പടേ ലോഗോം കി സഹായത കർണ ഹർ മനുഷ്യ കാ കർത്തവ്യ ഹൈ. ബുദ്ധിമുട്ടിൽപ്പെടുന്ന ആളുകളെ സഹായിക്കുക എന്നുള്ളത് ഓരോ മനുഷ്യരുടെയും കർത്തവ്യമാണ്. ഹർ മനുഷ്യ കാ കർത്തവ്യ ഹൈ. വ്യക്തി കി നാം ഓർ പത ജാനനെ കി സരൂരത് നഹീ ഹൈ. ഒരു വ്യക്തിയുടെ പേരോ അഡ്രസ്സോ ഇതൊന്നും അറിയേണ്ട ആവശ്യകതയില്ല. ഇത് ഈ ചാപ്റ്ററിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടിപ്പണിയാണ്. അത് പരീക്ഷയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്നു.